ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ഡേയ്സ് ഡെലിവറി പറഞ്ഞിട്ട് 1 ഡേയിൽ തന്നെ ഒരു പ്രോഡക്റ്റ് ഡെലിവറി ചെയ്തു. അതും എല്ലാ പ്രാവശ്യവും ഞാൻ മിക്സ്ഡ് ആയിട്ടാണ് വാങ്ങുന്നത്. ബട്ട് ഇപ്രാവശ്യം ഞാനത് ശരി ഇൻഡിവിജ്വലായിട്ട് വാങ്ങി നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്രാവശ്യം ഇങ്ങനെയാണ് വാങ്ങിയത്. ഇത് കണ്ടില്ലേ, നമുക്ക് 5 ബോട്ടിൽസാണ് വരുന്നത്. മിക്സ്ഡിലാണെങ്കിൽ കൂടുതലും ഒരു കിസ്മിസേ ആഡ് ചെയ്യുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് എല്ലാ പ്രോഡക്റ്റും 250 ഗ്രാംസ് ഈച്ച് കിട്ടുമല്ലോ എന്ന് ഓർത്തപ്പോൾ ഇതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നി. ഇതിപ്പോൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ വാൾനട്ടാണേ. വാൾനട്ട് സൂപ്പറായിരുന്നു. നല്ല നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരുന്നു. നല്ല ഫ്രഷും ആയിരുന്നേ. ഓൾഡ് സ്റ്റോക്കൊന്നും അല്ലായിരുന്നു. പിന്നെ ഞാൻ ഓപ്പൺ ചെയ്യുന്നത് കിസ്മിസാണേ. കിസ്മിസും നന്നായിട്ടുണ്ട്. നമുക്ക് പ്രോഡക്റ്റ് കാണുമ്പോൾ തന്നെ ആ ഒരു ഐഡിയ കിട്ടുമല്ലോ. കഴിച്ച് നോക്കുമ്പോൾ പിന്നെ കുറച്ചുകൂടെ ഐഡിയ കിട്ടും. അത് കഴിഞ്ഞ് പിന്നെ ഓപ്പൺ ചെയ്തത് പിസ്ത. അന്നുകുട്ടിക്കും ബേബിക്കും പിസ്ത ഭയങ്കര ഇഷ്ടമാണ്. അച്ചുവിനും ഭയങ്കര ഇഷ്ടമാണ്. അച്ചു പിന്നെ ഇവിടെ ഇല്ലല്ലോ. അന്നുകുട്ടിയും ബേബി ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ അത് പിറക്കി കഴിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്തത് ഓപ്പൺ ചെയ്യുന്നത് കാഷ്യൂനട്ട്. കാഷ്യൂനട്ടും സ്പ്ലിറ്റഡ് അല്ല, ഫുള്ളായിരുന്നു. എല്ലാം കൂടെ അത്യാവശ്യം നല്ലൊരു പ്രൈസിലാണ് നമുക്ക് കിട്ടിയത്. ഭയങ്കര പ്രൈസിങ് ഒന്നുമല്ല. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ 1 kg ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങുമ്പോൾ എബവ് 1000 ആവില്ലേ. ബട്ട് ഇത് അത്രയൊന്നും ആവില്ല. ബിലോ 1000 പ്രൈസ് വരുള്ളൂ. ലാസ്റ്റ് വരുന്നത് ബദാമാണ്. ബദാമും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരുന്നു. നമുക്ക് വിശ്വസിച്ച് വാങ്ങാം. എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. അതും ഇവരുടെ പാക്കിംഗ് ആണെങ്കിൽ സൂപ്പറായിരുന്നു. ഒന്നും ഡാമേജ് ഒന്നും ആയില്ല. നന്നായിട്ട് ഇത് കണ്ട, ഈ ബോക്സിലാണ് വന്നത്. 5 ബോട്ടിൽസ് ആയിട്ടാണ് വന്നത്.